മെയ്കണ്ഠദേവൻ്റെ ശിവജ്ഞാന ബോധത്തിലെ അടുത്ത ഒരു പദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. വിളമ്പിയ ഉള്ളത്ത് മെയ്വായ് കൺമൂക്ക് അളന്തറിந்து അറിയാ ആങ്കവൈ പോല താന്തം ഉണർവിൻ തമിയരുൾ കാന്തം കണ്ട പാദത്തെ വയ്യേ. കാന്തം കണ്ട പാചത്ത വയ്യേ. കാന്തത്തിൻ്റെ അടുത്തിരിക്കുന്ന ഇരുമ്പ് പോലെയാണ് ജീവാത്മാവ്. പരമാത്മാവിൻ്റെ അടുത്തിരിക്കുന്ന ജീവൻ കാന്തത്തിൻ്റെ അടുത്ത് വച്ചിരിക്കുന്ന ഇരുമ്പ് പോലെയാണ്. അതിൻ്റെ അർത്ഥം ഇങ്ങനെ മുന്നേ വെളിപ്പെടുത്തുന്നു. അതായത് ആത്മാവിൻ്റെ സഹായത്തോടു കൂടിയാണ് ശരീരം വായ്, കണ്ണ്, മൂക്ക് ചെവി എന്നിവ വിഷയങ്ങളെ അറിയുന്നത്. അപ്പോൾ ആത്മാവിൻ്റെ സഹായം, പരമാത്മാവിൻ്റെ സഹായത്തോടുകൂടി ശരീരം എന്തറിയുന്നു? വായിൻ്റെ പ്രവൃത്തിയെ അറിയുന്നു, കണ്ണിൻ്റെ പ്രവൃത്തിയെ അറിയുന്നു, മൂക്കിൻ്റെ പ്രവൃത്തിയെ അറിയുന്നു, ചെവിയുടെ പ്രവൃത്തിയെ അറിയുന്നു. വായിലൂടെ രുചി എന്താണെന്ന് അറിയുന്നത് പരമാത്മാവിൻ്റെ സഹായം കൊണ്ടാണ് ശരീരം അറിയുന്നത്. ഇല്ലെങ്കിൽ ഈ ശരീരത്തിന് കഴിവില്ല. അപ്പോൾ പരമാത്മാവിൻ്റെ ശക്തിവിശേഷം കൊണ്ടാണ് വായ് അതിൻ്റെ രുചി അറിയുന്നത്, കണ്ണ് അതിൻ്റെ കാഴ്ച കാണുന്നത്, മൂക്ക് അതിൻ്റെ ഗന്ധം അറിയുന്നത്, ചെവി അതിൻ്റെ ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ പരമാത്മാവിൻ്റെ അനുഗ്രഹമില്ല എങ്കിൽ, അരുള് ഇല്ല എങ്കിൽ ഒരിക്കലും ഈ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിനുള്ള കഴിവുണ്ടാകുമായിരുന്നില്ല. അപ്പോൾ പഞ്ചേന്ദ്രിയങ്ങൾക്ക് അതിൻ്റെ കഴിവ് ഉണ്ടാക്കി കൊടുക്കുന്നത് പരമാത്മാവാണ്. പരമാത്മാവിൻ്റെ അരുളില്ല എങ്കിൽ ഒരിക്കലും ഈ പഞ്ചേന്ദ്രിയങ്ങൾക്കോ മനസ്സിനോ അതിൻ്റെ കഴിവ് ഉണ്ടാകുമായിരുന്നില്ല. അതേപോലെ തന്നെ പ്രാണൻ്റെ അവസ്ഥയും ഇതേപോലെ തന്നെയാണ്. പ്രാണനെ തന്നെയോ അല്ലെങ്കിൽ ഈശ്വരനെയോ അതിന് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ പ്രാണൻ്റെ സ്വഭാവം കിട്ടുന്നത് ആത്മാവിൻ്റെ സഹായത്താലാണ്. അപ്പോൾ ഈശ്വരൻ്റെ അരുളാണ് അതിന് ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ അരുൾ കൊണ്ടാണ് പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ജീവനുമെല്ലാം അതിൻ്റേതായ ശക്തിവിശേഷങ്ങൾ പ്രകടിപ്പിക്കുന്നത്. പരമാത്മാവിൻ്റെ അരുളില്ലായിരുന്നെങ്കിൽ ഇവയ്ക്കൊന്നും ചലിക്കാനുള്ള ശക്തി പോലും ഉണ്ടാകുമായിരുന്നില്ല. ഈശ്വരൻ്റെ അരുളാണ് അതിന് ജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്നത്. ഏതുപോലെ? കാന്തത്തിൻ്റെ അടുത്തുള്ള ഇരുമ്പ് പോലെ. കാന്തം അടുത്തുണ്ടെങ്കിൽ ഇരുമ്പ് ആകർഷിക്കപ്പെടുന്നു. അപ്പോൾ കാന്തത്തിൻ്റെ ശക്തി പോലെ ഇരുമ്പിൽ പ്രവർത്തിക്കുന്നത് ഈ പരമാത്മാവിൻ്റെ ശക്തി കൊണ്ട് പഞ്ചേന്ദ്രിയങ്ങളിലും മനസ്സിലും ജീവനിലുമെല്ലാം തന്നെ ശക്തിവിശേഷങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ പരമാത്മാവിൻ്റെ അരുളില്ല എങ്കിൽ ഒരിക്കലും ഇവയ്ക്കൊന്നും ഈ ശക്തി കിട്ടുമായിരുന്നില്ല എന്നാണ് ഇവിടെ പറയുന്നത്. ജീവാത്മാവിൽ ഇരിക്കുന്നവൻ തന്നെയാണ് പരമാത്മാവ്. ഗുണസാക്ഷിയാണ് പരമാത്മാവ്. പരമാത്മാവിൽ നിന്ന് അത് താൻ ഭിന്നനല്ല എന്ന് ജീവൻ അനുഭവിച്ചറിയുന്നതോടെ അവൻ നിത്യ ശുദ്ധ ആത്മാവായിത്തീരുന്നു. ഏതുപോലെ? മാങ്ങ മരത്തോട് ഒട്ടിയിരിക്കുന്നത് പോലെയാണ് ജീവനും പരമാത്മാവും തമ്മിലുള്ള ഐക്യം. അപ്പോൾ ജീവൻ എന്ന് പറയുന്നതും
പരമാത്മാവെന്ന് പറയപ്പെടുന്നതും ഒരേ ഒരു ശക്തി തന്നെയാണ്. പരമാത്മാവിൻ്റെ അരുൾ ജീവശക്തിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ് ജീവശക്തിക്ക് ആ ശക്തി കിട്ടിയത്. സച്ചിദാനന്ദ പരമാത്മാവ് തന്നെ ദേഹോപാധിയിൽ വിളങ്ങുന്ന ജീവൻ. ജീവാത്മാവെന്നത് ഗുണകാമങ്ങളോട് കൂടിയ അവസ്ഥയും ആ നിലവിട്ടാൽ ത്രിഗുണങ്ങൾക്ക് അതീതമായ പരമാത്മഭാവവുമാണ്. യോഗസാധനയാൽ ജീവാത്മാവ് പരമാത്മാവല്ലാതെ മറ്റൊന്നുമല്ല എന്ന് അപരോക്ഷജ്ഞാനമുണ്ടാകുന്നു. അപ്പോൾ ജീവൻ നിത്യമുക്ത ആത്മാവ് തന്നെ. ഈ അവസ്ഥ പ്രാപിച്ച ജീവൻ കാലത്തിനും സ്ഥലത്തിനും അതീതമായി കർമ്മബന്ധമില്ലാതെ വിളങ്ങുന്ന ഏകവും അഖണ്ഡവുമായ സച്ചിദാനന്ദ ശക്തിയാണ്. ജീവാത്മാവും പരമാത്മാവും മാങ്ങ മരത്തോട് ഒട്ടിപ്പിടിച്ച് ചേർന്നതുപോലെയാണ്. മരത്തിൽ നിന്നുണ്ടായതാണ് മാങ്ങ. അതേസമയം അത് മരത്തിൽ നിന്ന് വ്യത്യസ്തമായി തോന്നുകയും ചെയ്യുന്നു. ഒരേ ഒരു സത്തയാണ് മരമായതും മാങ്ങയായതും. മാങ്ങ മാവ് അല്ലെന്ന് പ്രതീതി ഉളവാക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ മാവിൽ നിന്ന് തന്നെയാണ് മാങ്ങ ഉണ്ടായത്. ഇതേപോലെ തന്നെയാണ് ജീവാത്മാവും പരമാത്മഭാവങ്ങളും എന്ന് നമുക്ക് ഊഹിക്കാം. ജീവനെന്ന് പ്രത്യേക സ്വരൂപത്തിൽ ഈശ്വരൻ തന്നെയാണ് ശരീരത്തെ അധിഷ്ഠാനം ചെയ്തിരിക്കുന്നത്. ഈശ്വരനിൽ നിന്നും വേറെയായി ജീവനെന്ന ഒരു പ്രത്യേക ചൈതന്യമില്ല. ഈശ്വരൻ തന്നെ ജീവനായും പരിണമിച്ചിരിക്കുന്നു. ശരീരത്തിൽ അഭിമാനവും പ്രാണാദികളുടെ മേൽ നിയന്ത്രണവുമാണ് ജീവത്വ ലക്ഷണങ്ങൾ. അവ ഇല്ലാതായിത്തീരുമ്പോൾ ജീവത്വമില്ല, പിന്നെ ഈശ്വരത്വം മാത്രമേ ഉള്ളൂ. ഇതുതന്നെയാണ് ജീവാത്മ പരമാത്മ തത്വമായിട്ട് ശങ്കര ഭഗവത്പാദർ വെളിപ്പെടുന്നത്. ശങ്കര ഭഗവത്പാദർ പാടുന്നു: ഹേ നാഥ, വാസ്തവത്തിൽ ഭേദമില്ലെങ്കിലും ഞാൻ അവിടുത്തെ സംബന്ധിച്ചവനാകുന്നു. അവിടുന്ന് എന്നെ സംബന്ധിച്ചവനല്ല. സമുദ്രവും തിരമാലകളും അത്യന്ത ഭിന്നങ്ങളല്ലെങ്കിലും തരംഗങ്ങൾ സമുദ്രത്തിൻ്റേത് തന്നെയാകുന്നു. സമുദ്രം തരംഗങ്ങളുടേതല്ല. ഇതുതന്നെയാണ് എല്ലാ ആചാര്യന്മാരും പറയുന്നത്. അനാദിയായ വിദ്യയിൽ മയങ്ങി ദേഹാഭിമാനം കൈക്കൊണ്ട് ജനന മരണരൂപമായ സംസാരത്തിൽ കിടന്നുടലുന്ന അവസ്ഥയാണ് ബ്രഹ്മത്തിൻ്റെ ജീവഭാവം. പൂർവ പുണ്യപ്രഭാവം കൊണ്ട് ഭഗവാൻ ശിവൻ്റെ അരുൾ സമ്പാദിച്ച് നിത്യവും ശുദ്ധവും ബുദ്ധവും മുക്തവുമായ ബ്രഹ്മമാണ് താനെന്ന് ബോധിക്കുമ്പോഴാണ് ആ ജീവഭാവം നശിച്ച്, അതായത് അവിദ്യ ഇല്ലാതായി ആ ബ്രഹ്മം പ്രതിബന്ധരഹിതമായി നിജസ്ഥിതിയിൽ പ്രകാശിക്കുന്നത്. അവിടെയാണ് ഒരു ജീവൻ്റെ ജീവിതം പൂർണ്ണമായി സമാപിക്കുന്നതും. ഇതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയുന്ന മെയ്കണ്ഠദേവൻ പറയുന്നതിൻ്റെ രഹസ്യം ഇതുതന്നെയാണ്. ഭഗവത്ഗീതയിൽ ജ്ഞാനേശ്വരി ഇത് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. നമുക്ക് അതിലെ ജ്ഞാനവിജ്ഞാന യോഗത്തിലെ 17ാമത്തെ ശ്ലോകം വ്യാഖ്യാനിച്ചുകൊണ്ട് ജ്ഞാനേശ്വരി പറയുന്നു: മനസ്സിൻ്റെ 3 വ്യത്യസ്ത ഭാവങ്ങളായ സത്വം, രജസ്, തമസ് എന്നിവ എന്നിൽ നിന്ന് ഉത്ഭവിച്ചിട്ടുള്ളതാണെന്നറിയുക. എന്നാൽ സ്വപ്നത്തിൻ്റെ അഗാധകയത്തിൽ ജാഗ്രതാവസ്ഥയെ ജലനിമഗ്നമാക്കാൻ കഴിയാത്തതുപോലെ ഞാൻ അവയിലൊന്നിലുമില്ല. ഒരു വിത്തിൽ കട്ടിപിടിച്ച് നീർ സ്ഥിതി ചെയ്യുന്നു. ആ വിത്ത് മുളച്ച് വലിയ തടിയാകുന്നു. എങ്കിലും ആ തടിക്ക് വിത്തിൻ്റെ സ്വഭാവമുണ്ടെന്ന് പറയാൻ കഴിയുമോ? അതേപോലെ എന്നിൽ നിന്ന്
പല വിധത്തിലുള്ള രൂപാന്തരങ്ങൾ സംഭവിക്കുന്നു. എങ്കിലും എൻ്റെ അസ്തിത്വത്തിന് ഒരു വിപരിണാമവും ഉണ്ടാകുന്നില്ല. ഞാൻ സർവ്വവ്യാപിയാണ്. എനിക്ക് സഹജമായ സ്വഭാവലക്ഷണങ്ങളൊന്നുമില്ല. കാർമുകിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെടുന്നു, എന്നാൽ ആകാശം അവയെ ഉൾക്കൊള്ളുന്നില്ല. മേഘത്തിൽ നിന്ന് മാരി ചൊരിയുന്നു, പക്ഷേ മഴവെള്ളത്തിൽ മേഘമില്ല. ജലധങ്ങൾ കൂട്ടിമുട്ടുമ്പോൾ മിന്നൽ പിണർ ഉണ്ടാകുന്നു, എന്നാൽ മിന്നൽ പിണറിൽ ജലമുണ്ടോ? അഗ്നിയിൽ നിന്ന് ധൂമമുണ്ടാകുന്നു, പക്ഷേ ധൂമത്തിൽ അഗ്നിയില്ല. അതേപോലെ എല്ലാ പരിണാമങ്ങളും എന്നിൽ നിന്ന് ജാതമാകുന്നു, എന്നാൽ ഞാൻ അവയിലൊന്നിലുമില്ല എന്നാണ് പരമാത്മാവിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ. അപ്പോൾ പരമാത്മാവിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. പക്ഷേ ആ ഉണ്ടാകുന്ന ജീവനിൽ ഒരിക്കലും പരമാത്മാവ് അവയിലൊന്നും ഇല്ല. അപ്പോൾ പരമാത്മാവിൽ നിന്ന് എല്ലാ ജീവജാലങ്ങളും ഉണ്ടാകുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. എന്നാൽ ഞാൻ അവയിലൊന്നിലും ഇല്ല തന്നെ. ഇതാണ് പരമാത്മാവിൻ്റെ സാക്ഷ്യപ്പെടുത്തൽ. അപ്പോൾ ഈ കാര്യം തന്നെയാണ് മെയ്കണ്ഠദേവൻ ഇവിടെ നമ്മളോട് പറയുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണ്, മൂക്ക്, വായ, ചെവി എന്നിവ വിഷയങ്ങളെ അറിയാൻ കാരണം പരമാത്മാവിൻ്റെ പൊരുളുള്ളത് കൊണ്ടാണ്. പരമാത്മാവിൻ്റെ പൊരുളില്ല എങ്കിൽ ഈ വിഷയങ്ങളെ ഒന്നും, ഈ പഞ്ചേന്ദ്രിയ പ്രവൃത്തികളെ ഒന്നും നാം അറിയുമായിരുന്നില്ല. അത് പരമാത്മാവിൻ്റെ അരുൾ ഒന്നുകൊണ്ട് മാത്രമാണ്. എന്നാൽ ഈ വസ്തുക്കളിൽ ഒന്നിനെ പരമാത്മാവ് ഇല്ലതാനും. ഇതാണ് ആ കാന്തശക്തിയാൽ കാന്തം ഇരുമ്പിനെ ആകർഷിക്കുന്നു. പക്ഷെ ഇരുമ്പൊരിക്കലും കാന്തമല്ല. അതിൻ്റെ സ്വഭാവം ഇല്ലാതായി കഴിഞ്ഞ് അത് പരമാത്മാവിൽ ലയിക്കുമ്പോൾ ഈ ഇരുമ്പും കാന്തമായി മാറും. അതായത് ജീവൻ പശു പതിയായി മാറും. അതിൻ്റെ ആവരണങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകുമ്പോൾ. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ജീവൻ്റെ ആവരണങ്ങൾ പരിപൂർണമായും ഇല്ലാതാകുമ്പോൾ, അതായത് ആണവമലം പൂർണ്ണമായും നശിക്കുമ്പോൾ പശു പതിയായി മാറും. 3 മലങ്ങൾ, ആ 3 മലങ്ങളും മാറുമ്പോൾ പശു പതിയായിത്തീരും. ഇതാണ് മെയ്കണ്ഠദേവൻ പറയുന്ന ഈ ശ്ലോകത്തിൻ്റെ പൊരുൾ. ഓം ശിവായ നമഃ.